ഈ സുമേഷിന്റെ പഴയകാല കഥകളൊക്കെ നോക്കിയപ്പോഴേ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മിമിക്രി മത്സരത്തിന് പോയി. അപ്പം സുമേഷ് മാത്രമേ മത്സരിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതുകൊണ്ട് ഫസ്റ്റ് കിട്ടി. അല്ലല്ലോ കിട്ടിയില്ല, അതിലും വലിയ അബദ്ധം ഉണ്ടായിരുന്നു. അപ്പോ മത്സരിക്കാൻ ഒരാളോട് ഒപ്പിച്ചു. എനിക്ക് യൂത്ത് ഫെസ്റ്റ് സമയത്ത് സ്കൂളില് ഏറ്റവും എന്താ പറയാ, നമ്മുടെ സ്കൂളിലെ ഉത്സവമാണ് എന്റെയൊക്കെ ഈ യൂത്ത് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഈ മകാനുഭാവൻ പഠിച്ച പള്ളിക്കൂടം ഏതാ? പഴത്തോട്ടം. ആ സ്കൂളിന്റെ ഒരു ഭാഗ്യം അല്ലേ? എന്നിട്ട് ആ സ്കൂളില് നമ്മുടെ യൂത്ത് ഫെസ്റ്റിന്റെ സമയത്ത് ഈ അന്നേരം ഈ പറയുന്ന പ്രണയമൊക്കെ തുടങ്ങിയ സമയം ചെറിയതായിട്ടൊക്കെ ഉള്ള സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു നായകൻ. അതിപ്പോ കൂടെയുള്ള തൽപര കക്ഷിയായിട്ടായിരുന്നു അത് വേറെ ആയിരുന്നു? അതല്ല വേറെ. അത് വേറെ. അങ്ങനെ വെറൈറ്റി വേണ്ടേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ അവതരിപ്പിച്ച് അവരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐറ്റത്തിനൊക്കെ ചേർന്നത്. അപ്പം അത് മിമിക്രിക്ക്, ലളിതഗാനത്തിന്, പ്രച്ഛന്നവേഷം, നാടകത്തിനൊക്കെ ഉണ്ട്. മിമിക്രിക്ക് മാത്രം മത്സരിക്കാൻ ആളില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരൻ ഉല്ലാസ് പറഞ്ഞാല് ഫസ്റ്റ് പ്രൈസ് കിട്ടിപ്പോയനെ. ഇല്ല ഒറ്റയ്ക്കാണെങ്കിൽ. അതെ. അപ്പൊ ഒറ്റയ്ക്കാകുമ്പോ രാധാകൃഷ്ണൻ സാർ എന്ന് പറയുന്ന മ്യൂസിക് നടത്തുന്ന സാറ് എങ്ങനെ പറഞ്ഞു, ഒരാൾ വെച്ചിട്ട് മത്സരം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കാണെങ്കിൽ കുറച്ച് പഴയ നടന്മാരുടെ ശബ്ദമൊക്കെ പഠിച്ചു വെച്ചേക്കുക, അവരൊക്കെ കേൾപ്പിക്കണമല്ലോ. അപ്പൊ അങ്ങനെ ഇത് ഷൈൻ ചെയ്യാൻ തീരുമാനിച്ചേക്കുക. അങ്ങനെ ഈ മത്സരം ആരംഭിക്കാൻ നേരത്ത് പറഞ്ഞു ഇത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് സാർ എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഒരാൾ ഒപ്പിച്ചിട്ട് പെട്ടെന്ന് ഒരാൾ ഒപ്പിക്കാൻ പറഞ്ഞു. എന്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള സിയാദ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഗ്രൗണ്ടിന്റെ ഏറ്റവും പുറകെ പോയിട്ട് ആരും കാണാതെ ഇവനെ ഞാൻ കുറെ സംഭവങ്ങൾ പഠിപ്പിച്ചു. ട്രെയിൻ, അതുപോലെ ആംബുലൻസ്, പോലീസ് ജീപ്പിന്റെ ശബ്ദം. പിന്നെ അവൻ ചെയ്യുമായിരുന്നോ? ഇല്ല, ഞാൻ അത് പഴയ സാധനമല്ലെന്ന് പറഞ്ഞു ഞാനത് വിട്ടുകളഞ്ഞേക്കണം. നടന്മാരിലേക്ക് കയറിയൊക്കെ. എന്നിട്ട് ഇവനെല്ലാം പഠിപ്പിച്ചു. സുപ്രഭാതം, അണ്ണാൻ, കാക്ക, അതൊക്കെ ആയിട്ട് എല്ലാ സംഭവങ്ങളും പഠിപ്പിച്ചു. ഇനി ഒരു കിളി കരയുന്നു. അതെ, രാവിലെ കൗസല്യ, സുപ്രഭാതം, അവിടെ നിങ്ങൾ തുടങ്ങി പഠിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് പഠിപ്പിച്ച് ഇവൻ ഞാൻ പറഞ്ഞു ആദ്യം നീ കയറിക്കോ, നമുക്ക് വിശ്വാസമാണല്ലോ, ഞെട്ടിക്കും. അങ്ങനെ ഇവനെ കേട്ടു. കാരണം ഇവൻ വളരെ മോശമായിട്ട് ചെയ്തിട്ട് നമ്മൾ കേറുമ്പോ നല്ലൊരു അനുഭവം. അത്രേ ഉള്ളൂ. ഇവൻ മോശമായിട്ടാ ചെയ്യുന്നത്, ഇവൻ അറിയില്ലല്ലോ, അഡ്ജസ്റ്റ്മെന്റാ. എന്റെ നിർബന്ധപ്രകാരം മാത്രം കയറുന്ന കലാകാരൻ പോലും അല്ല ആ സമയത്ത്. നേരെ അവൻ കയറി ഈ സംഭവങ്ങളൊക്കെ ചെയ്തു മാറി. അപ്പൊ കയ്യടിയൊക്കെ അത്യാവശ്യം കുറവായിരുന്നു. ഞാൻ ചെന്ന് ഈ പറയുന്ന കൃഷ്ണൻകുട്ടി നായർ, ഉമ്മർ, നസീർ, ശ്രീനിവാസൻ ചേട്ടൻ, അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോന്നോ അങ്ങാലക്കി എല്ലാത്തിനും കയ്യടി ഒക്കെ നമുക്ക് ഫസ്റ്റ്. സംഭവം വന്നപ്പോ എന്നാ പ്രൈസ് പറഞ്ഞപ്പോ അവന് ഫസ്റ്റ് പ്രൈസും എനിക്ക് സെക്കൻഡ് പ്രൈസ്. എന്റെ കാരണം പ്രകൃതി ഇതാണല്ലോ പോയിന്റ് കിട്ടുന്നത്. അതെ, അവന് ഫസ്റ്റ് കിട്ടി. നമ്മള് സെക്കൻഡും മുണ്ടെടുത്തിട്ടു. പക്ഷെ വേറെ വെച്ചിട്ട് സാറേ, ഈ സ്കൂളിൽ തന്നെ നമുക്ക് ഞാൻ നായകനായിട്ടുള്ള സിനിമ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ഫുള്ള് നമ്മുടെ ആ സിനിമ ഷൂട്ട് ചെയ്ത് നമ്മുടെ എങ്ങനെ പിടിച്ചു തന്നു ഈ ആ ഒരു അല്ലേ, അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമല്ലേ അത്. ജവാനും മുല്ലപ്പൂവും അല്ലേ നായകനായിരുന്നു. അതെ, ഓക്കെ. ആ സിനിമ എങ്ങനെ പോയി? സിനിമ നന്നായിട്ട് പോയി. സാറിന് തിരിച്ച് പൈസയും കിട്ടി, പ്രൊഡ്യൂസർക്ക്. അതാണല്ലോ നമ്മള് ഏറ്റവും പ്രധാനം. കാര്യം ആ പ്രൊഡ്യൂസർ നാറാണക്കല്ല് വീഴുക എന്നു പറഞ്ഞ് ശപിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെ, സാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട് വലിയ സന്തോഷത്തില്. വലിയ ലാഭമൊന്നും കിട്ടിയില്ലെങ്കിലും സാറിന്റെ മലയാള സിനിമ ഫസ്റ്റ് ആയിരുന്നു. മുടക്കുമുതലിനേക്കാൾ കൂടുതൽ. അതെ. അതിനകത്ത് വേറെ കാര്യമുണ്ട് സാറേ. ഈ ഇടയ്ക്ക് ഇപ്പം ചിത്ര ചേച്ചിക്ക് നല്ല ഗായികക്കുള്ള അവാർഡ് ആ സിനിമയില്. പിന്നെ അതുപോലെ ക്രിറ്റിക്സ് അവാർഡ്. പോസ്റ്റ് ഒന്ന് കാണിക്കാം. ഗുഡ് ഓൾഡ് ഡേയ്സ് ആൾക്കാര് ചുരുക്കം പറഞ്ഞ എനിക്ക് മാത്രം ഒന്നും കിട്ടാത്തുള്ളൂ എന്ന് പറഞ്ഞു. ജവാനും മുല്ലപ്പൂവും അല്ലേ? അതെ. രഘുമേനോന്റെ ഡയറക്ഷൻ. അതെ, രഘുമേനോന്റെ. ഓക്കെ. കുട്ടിയായിട്ട് എന്തോ ചോദിക്കാൻ വന്നു.